ഹായ് മക്കളെ, അപ്പൊ നമ്മുടെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന +1 ബയോളജിയിലെ ടോപ്പിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് നോക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ വരുന്നു? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന്. അപ്പൊ ഇത് നിങ്ങൾ ആ ഒരു ഇത് പഠിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട്. ദെൻ അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് മക്കളെ. സ്ട്രക്ചർ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് മൈലിനേറ്റഡ് ആൻഡ് അൺമൈലിനേറ്റഡ് നെർവ്സ്. മൈലിനേറ്റഡും അൺമൈലിനേറ്റഡ് നെർവ്സിന്റെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ആർ എം പി എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് അതിനെ നമ്മൾ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്നും പറയും അല്ലെ. അതുപോലെ തന്നെ AP അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ, അത് തന്നെ നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നു. ദെൻ റീപോളറൈസേഷൻ. ഈ 3 സ്റ്റെപ്പുകളും എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അടുത്തതായിട്ട് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആണ്. നെർവ് ഇമ്പൾസിന്റെ ജനറേഷൻ അല്ലെങ്കിൽ അതിന്റെ കണ്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിനാപ്സിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ് ഇതിൽ അവസാനമായിട്ട് വരുന്നത്. നമ്മുടെ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഡോണ്ട് മിസ് ഇറ്റ്.